അപ്പൊ അതുകൊണ്ട് ഏത് ഇടങ്ങളിലും ഏത് കാര്യങ്ങളിലും സഭയെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ആളുകൾ. പിന്നീടാണ് നമ്മൾ വരുന്നത് സുന്നഹദോസുകൾ. നമ്മൾ നേരത്തെ സുന്നഹദോസുകളെ കുറിച്ച് നമ്മൾ കേട്ടു, മനസ്സിലാക്കി. പല പ്രദേശത്തുള്ള എപ്പിസ്കോപ്പമാർ ഒരുമിച്ച് ചേരുന്ന കൗൺസിലിനെയാണ് നമ്മൾ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് എന്ന് വിളിക്കുന്നത്. എപ്പിസ്കോപ്പൽ സുന്നഹദോസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റോമൻ ഭരണക്രമത്തിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ പ്രധാന നഗരങ്ങളിൽ എപ്പിസ്കോപ്പമാർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളും പദവികളും ലഭിച്ചു. അങ്ങനെയുള്ളവരെയാണ് മെത്രാപോലിത്തന്മാർ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു എപ്പിസ്കോപ്പമാരായിരുന്നു. എപ്പിസ്കോപ്പമാര് മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ, അതുകൊണ്ടാണ് മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്നൊക്കെ ഉള്ള പേര് വന്നത്. അങ്ങനെയാണല്ലോ, മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്നൊക്കെ പേര് വന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വലിയ ചുമതല വഹിച്ച ആളുകളെ മെത്രാപോലിത്തന്മാർ എന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ ഒരു മെത്രാപോലിത്തയുടെ കീഴിൽ പല എപ്പിസ്കോപ്പമാരുണ്ടാകും. അങ്ങനെയാണ് അതിന്റെ ക്രമം. മെത്രാപോലിത്ത, എപ്പിസ്കോപ്പ, ഇങ്ങനെ രണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പാത്രിയർക്കീസ്, കാതോലിക്ക എന്നീ സ്ഥാനങ്ങൾ പിന്നീടുണ്ടായതാണ്. പിന്നീട് റോമ സാമ്രാജ്യത്തിൽ പാത്രിയർക്കീസും, പിന്നീട് നമ്മൾ പുറത്തേക്ക് വന്നപ്പോ അതിന് തത്തുല്യമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചവരെ കാതോലിക്ക എന്നും വിളിച്ചു. റോമൻ സാമ്രാജ്യത്തിൽ അവർ പാത്രിയർക്കീസ് എന്ന് വിളിച്ചപ്പോ മറ്റ് സാമ്രാജ്യത്തിന് പുറത്തുള്ള ഈ പാത്രിയർക്കീസിന് തത്തുല്യമായ സ്ഥാനമുള്ള ആളുകളെ കാതോലിക്ക എന്നും വിളിച്ചു. ഫലത്തിൽ പാത്രിയർക്കീസും കാതോലിക്കായ്ക്കും ഒരേ സ്ഥാനമാണ് എന്ന് ഓർത്തിരിക്കണം. അതാണ് ഉള്ളത്. അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ എപ്പിസ്കോപ്പ, കശീശ, ശമാശൻ എന്നീ വൈദിക സ്ഥാനങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത് സഭയ്ക്കുള്ളിലാണ്. അവർ ലൗകിക ഭരണത്തിന്റെ അധികാരികളല്ല, മറിച്ച് സഭയ്ക്കുള്ളിലാണ്. ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഈ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെല്ലാം വിശുദ്ധ മാമോദീസായും മൂറോൻ അഭിഷേകവും ഏറ്റ സഭയുടെ അംഗങ്ങളായി നിലനിൽക്കുന്ന ആളുകളെയാണ് ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുക, അതിന് പുറത്തു നിന്നല്ല. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന സ്ഥാനത്തുള്ള ആൾ ഉയർത്തപ്പെടുമ്പോൾ വിശുദ്ധ മാമോദീസായുടെ മൂറോൻ അഭിഷേകം മൂലം കർത്താവിന്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കാളിയായ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് ഉറപ്പായും അത് കണ്ടിരിക്കണം. ഈ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ നിയോഗം, ദൈവജനത്തിന്റെ സമ്മതവും സ്വീകരണവും എപ്പിസ്കോപ്പയുടെ കൈവപ്പ് എന്നിലൂടെ വൈദിക സ്ഥാനത്തിലേക്ക് വരുന്നത് എന്ന് ഓർത്തിരിക്കണം. അതാണ് ഇതിന്റെ ചരിത്രം, ക്രമം, എവിടെ നിന്ന് ആരംഭിച്ചു, ഇപ്പൊ കാണുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹൈറാർക്കിക്കൽ ഒരു പവേഴ്സ് എങ്ങനെയാണ് വീതിച്ചുണ്ടായത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു. നിങ്ങൾക്കത് മനസ്സിലായോ? എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. അച്ഛാ, എപ്പിസ്കോപ്പയും മെട്രോപൊളിറ്റനും സെയിം അല്ലെന്നല്ലേ അച്ഛൻ അപ്പൊ ഇപ്പം പറയുന്നത്? അതോ പറയാം. ഓക്കെ. ചോദിച്ചു കഴിഞ്ഞോ? അപ്പൊ ഞാൻ ഓർക്കുന്ന ഇപ്പം നമ്മുടെ തിരുമേനി ഇവാനിയോസ് തിരുമേനി മെട്രോപൊളിറ്റൻ അല്ലേ? അപ്പം അതിനടി വരുന്ന എപ്പിസ്കോപ്പമാരാരാ എന്നാല്? അല്ല, അത് പറയാം. ഓക്കെ, അത് നല്ല ഗുഡ് ക്വസ്റ്റ്യൻ. എപ്പിസ്കോപ്പ എന്ന് പറയാം, തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ എപ്പിസ്കോപ്പ എന്നുള്ള നിലയിലേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? എന്നാൽ ഭദ്രാസനത്തിന് ചുമതല കിട്ടിക്കഴിയുമ്പോൾ അവർ മെത്രാപോലിത്തന്മാരായി മാറി. I think it is clear. Yes, yeah. Okay. പക്ഷെ ഒരു ഇത് ഈ ചെമ്മാച്ചന്മാര് തന്നെ പട്ടം കൊടുക്കുമ്പോ തന്നെ രണ്ട് ടൈപ്പുള്ള കൊണ്ട് കൊടുക്കുന്നില്ലേ? അതാ ഞാനിപ്പോ പറഞ്ഞത്. ഷമാശന്മാർ എന്ന് പറയുന്നത് നമ്മളിപ്പോ സബ് ഡീക്കൻ, ഫുൾ ഡീക്കൻ അല്ല, ചിലർക്ക് ഡയറക്റ്റ് ഡീക്കനായിട്ട് കൊടുക്കുന്നുണ്ട്, ചിലർക്ക് സബ് ഡീക്കനായിട്ട് പിന്നെ ഡീക്കനായിട്ട്, അങ്ങനെ. ഇല്ല, സബ് ഡീക്കൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, സെമിനാരി വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരാളെ 3 വർഷം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ, പഠനം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ he will be elevated as a sub deacon. സബ് ഡീക്കൻ എന്ന് പറഞ്ഞാൽ വൈദിക ശ്രേണിയിലേക്ക് പൗരോഹിത്യ പദവി വരെ എത്തിയിട്ടില്ല. എന്നാൽ സബ് ഡീക്കന്
അസിസ്റ്റന്റ് എന്ന് മാത്രമേ ഉള്ളൂ. സബ് ഡീക്കന് യൗപിദ്യോക്കിനോ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അസിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫുൾ ഡീക്കനായിട്ട് ശംശോനോ എന്നുള്ള പദവിയിലേക്ക് ഫുൾ ഡീക്കനായി ഉയർത്തപ്പെട്ടാൽ പൗരോഹിത്യത്തിന്റെ തൊട്ടു താഴെയുള്ള പദവിയിൽ എത്തി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഫുൾ ഡീക്കൻ മരിച്ചാൽ, അതിന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഫുൾ ഡീക്കൻ മരിച്ചാൽ ഒരു വൈദികന്റെ ശവസംസ്കാര ശുശ്രൂഷ കിട്ടും. തൊട്ടു താഴെയുള്ള സബ് ഡീക്കൻ മരിച്ചാൽ സാധാരണക്കാരന് കിട്ടുന്ന 4 ശുശ്രൂഷകളേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അവർ വൈദിക ശ്രേണി വരെ എത്തിയിട്ടില്ല. എന്നാൽ ഫുൾ ഡീക്കൻ ആയി കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാന കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, ചൊല്ലാനുള്ള റൈറ്റ് ഇല്ല. വിശുദ്ധ കുർബാന ജനങ്ങൾക്ക് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വന്നാൽ, അതായത് പെട്ടെന്നൊരു മാമോദിസ നടത്തണം, ഒരു കുഞ്ഞ് മരിക്കാറായി, പെട്ടെന്ന് മാമോദിസ നടത്താനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ധൂപക്കുറ്റിയിൽ സ്വന്തമായി കുന്തിരിക്കമിട്ട് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കാനുള്ള അവകാശമില്ല. സ്വന്തമായി ധൂപക്കുറ്റിയിൽ കുന്തിരിക്കമിട്ട് വീശാനുള്ള അവകാശമുണ്ട് വൈദികനില്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില അവകാശങ്ങൾ ഫുൾ ഡീക്കനുണ്ട്. എല്ലാവരും ഈ പഠിത്തം 4 വർഷം പഠിച്ചാലും സബ് ഡീക്കൻ ആയിട്ടാണ് പിന്നെ ഡീക്കൻ ആവുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ആവുന്നില്ല. ഇല്ലില്ല, ഫുൾ ഡീക്കൻ ആയിട്ട് ആർക്കും ഡയറക്റ്റ് കൊടുക്കത്തില്ല, സബ് ഡീക്കൻ കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പാട്ടുകാരെന്നൊക്കെ പറഞ്ഞ വായനക്കാർ കോറൂയോ എന്നുള്ള പദവികളൊന്നും അവർക്ക് വേണമെന്ന് നിർബന്ധമില്ല, സ്കിപ്പ് ചെയ്യാം. എന്നാൽ ആശ്രമങ്ങളിൽ താമസിക്കുന്ന ചിലർക്ക് ഓരോ പട്ടം അനുസരിച്ച് സമറോനോ കോറൂയോ ഇങ്ങനെയുള്ള പദവികൾ കൊടുത്താണ് 7ാം പട്ടം വരെ എത്തുന്നത്. പക്ഷെ അച്ഛാ ദയറ പട്ടക്കാരാകുമ്പോഴത്തേക്കും പക്ഷെ ഓർഡറിന് ഡിഫറെന്റ് അല്ല. ഇപ്പം സാധാരണ വൈദികനാകാനും ദയറ പട്ടത്തിൽ പഠിക്കുന്ന അച്ഛന്മാർക്കും ഓർഡറിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ അവർ ഓരോരോ സ്റ്റേജസ് കടന്നു പോകുമ്പം ആ സെയിം 7 സ്റ്റേജസ് തന്നെ ഇവർക്കും പോകണം അല്ലേ? യെസ്, ആ സെയിം സ്റ്റേജസ് ഇവർ പോകുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നില്ല, സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ചിലർക്ക് കോറൂയോ സ്ഥാനം കൊടുത്ത് നിർത്തും കുറെ നാള്. അത് അവരുടെ ആശ്രമത്തിന്റെ ഒരു ക്രമമാണ്. പക്ഷെ എല്ലാവർക്കും ഈ 7 ക്രമങ്ങളും കടന്നാ പോകുന്നത്. ഇപ്പൊ ശുശ്രൂഷകളെല്ലാം ഒരുമിച്ചാ ചെയ്യുന്നത്. യോപിദ്യോക്കിനോ ഇതിനെല്ലാം ശുശ്രൂഷകൾ ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാ പട്ടങ്ങളിലൂടെയും കടന്നാ എല്ലാവരും പോകുന്നു. ആ സ്ഥാനത്തിൽ അങ്ങനെ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അച്ഛാ. അപ്പം സബ് ഡീക്കൻ കഴിഞ്ഞ് ഷെമാശനായി കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെ പട്ടം കിട്ടിയിട്ടേ നമ്മൾ കല്യാണത്തിന് പോകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഇൻ ബിറ്റ്വീൻ സബ് ഡീക്കൻ ആൻഡ് ഫുൾ ഡീക്കൻ കല്യാണം കഴിക്കണം. സബ് ഡീക്കൻ ആയാൽ കല്യാണം കഴിക്കാം, ഫുൾ ഡീക്കൻ ആയാൽ പിന്നെ കല്യാണം കഴിക്കാനുള്ള അവകാശമില്ല. അത് അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് എന്താ ഞാൻ ഓർത്തു മൊത്തം ഷെമാശൻ പട്ടം കിട്ടിയിട്ടാ പിന്നെ നമ്മൾ കല്യാണത്തിന് പോണേ. അല്ലല്ല, അത് നമ്മൾ ചെയ്യുന്നത് സബ് ഡീക്കനായി വിവാഹം കഴിച്ചിട്ട് ഫുൾ ഡീക്കൻ ആകുന്നു. ഫുൾ ഡീക്കൻ ആയതിനു ശേഷമേ വൈദികനാകത്തുള്ളൂ. എന്നാൽ ഫുൾ ഡീക്കൻ ആയി കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കാനുള്ള അവകാശം ഇല്ല, റൈറ്റ് ഇല്ല. കാരണം അവര് പൗരോഹിത്യ ക്രമത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്. അച്ഛൻ പറഞ്ഞതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. അച്ഛൻ പറഞ്ഞു കാത്തോലിക്കേറ്റ് is not under or he's an equivalent to the patriarch, right? Yes. So does that mean that in the hierarchy metropolita of a diocese is under the catholicate, subjected to a catholicate, or they are of equal rights? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കാത്തോലിക്കോസും ഇടവക മെത്രാപോലിത്തായും ഒരേ ഗണത്തിൽ പെടുന്ന ആളുകളാണ്. പക്ഷേ സമന്മാരിൽ മുമ്പനാണ് കാത്തോലിക്കോസ്, സ്ഥാനം കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നമ്മുടെ എന്താ, But that does not apply to a catholicate versus a patriarch. ഒരു സ്ഥലത്ത് പാട്രിയാർക്കും കാത്തോലിക്കേസും വന്നാല് they are same. Patriarch and Catholicos have the same effect or same place. That doesn't make any difference. രണ്ടും ഒരു സ്ഥാനമാണ്. അത് റോമ സാമ്രാജ്യത്തിൽ പാത്രിക്കീസ് എന്ന പേര് വന്നു, റോമ സാമ്രാജ്യത്തിന് പുറത്ത് കാത്തോലിക്കോസ് എന്ന പേര് വന്നു, അത്രേ ഉള്ളൂ. Okay, can we go to chapter 3? Okay, നമുക്ക് സമയമില്ല, ഇനി നമുക്ക്
8:10 നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാം. 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഒരു പുരോഹിതനെ എങ്ങനെയാണ് സഭ വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ ആയിരിക്കണം ഇനിയും പിന്നെ ഒരാൾ സ്വയം ഏറ്റെടുക്കുന്നതല്ല ഈ വിളി എന്ന് പറയുന്നത്. വൊക്കേഷൻ എന്നാണല്ലോ അതിന് പറയുന്നത്. ദൈവവിളി, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ദൈവവിളി, വൊക്കേഷൻ. അത് സ്വയം എടുക്കുന്ന ഒരു തീരുമാനമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ആരും സ്വയം ഇതെടുക്കുന്നതല്ല എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് അതിന്റെ വിളിയുടെ അനുഭവമാണ്, പരിശുദ്ധാത്മ പ്രേരണയിലൂടെ വിളിക്കപ്പെടുന്നതിന്റെ ഫലമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പണ്ട് കാലങ്ങളില് ആരും സ്വയമായി ആപ്ലിക്കേഷൻ കൊടുത്തു പോയി പുരോഹിതന്മാരാകുന്ന രീതി ഇല്ലായിരുന്നു. പണ്ട് ആദ്യകാലങ്ങളിൽ സഭ തെരഞ്ഞെടുത്ത് വിടുന്ന ഒരു രീതിയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അപ്പൊ അത് സഭ നിർബന്ധിച്ച് പലരെയും വൈദികരാക്കിയിട്ടുണ്ട്. കൊള്ളാം എന്ന് തോന്നുന്ന ആളുകളെയൊക്കെ വൈദികരാക്കി നിയമിച്ചിട്ടുണ്ട്. ഒരു സഭ വിളിച്ച് അവരെ പക്വവതികളായ ആളുകളെ, സഭയ്ക്ക് കൊള്ളാവുന്ന, സമൂഹത്തിന് കൊള്ളാവുന്ന ആളുകളായി അവരെ കണ്ട് സഭ അങ്ങനെയാണ് അവരെ കൊണ്ടുപോയിരുന്നത്. മെത്രാപ്പൊലീത്തന്മാരെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അതിനൊക്കെ ചില മാറ്റങ്ങളും ഒക്കെ ഇന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതൊക്കെ ഇന്ന് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ എലക്ഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നുപോയി. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മുൻപോട്ട് പോകും തോറും അതിന് ചില വ്യത്യാസങ്ങളും രീതികളും ഒക്കെ വന്നു തുടങ്ങി എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് അത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മള് എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കാണുന്നത്, എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വയമേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. അത് വളരെ കൃത്യമായി ഓർത്തിരിക്കണം. അത് പൗരോഹിത്യത്തിലേക്കുള്ള വിളി എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വയമേ എടുക്കുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. എബ്രായ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 4-5 വാക്യങ്ങൾ അത് നമ്മൾ പ്രത്യേകമായി ഓർത്തിരിക്കണം. ഈ ശമാശന്മാരെ നമ്മൾ പറഞ്ഞല്ലോ മുമ്പേ, ശമാശന്മാരെ മേശയിൽ ശുശ്രൂഷിപ്പാനും ദൈനംദിന കാര്യങ്ങളിലൊക്കെ വരാനും ഒക്കെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. അവരെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും അപ്പോസ്തലന്മാർ തനിച്ചല്ല, ശിഷ്യ സമൂഹം മുഴുവൻ ചേർന്നാണ് അവരെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവസഭയും ഒരുമിച്ച് കൂടി. എന്നിട്ട് യെരൂശലേം സുന്നതദോസിന്റെ തീരുമാനപ്രകാരം അവരുടെ സഭകളെ കാര്യങ്ങൾ അറിയിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഒരുമിച്ച് കൂടിയിട്ടാണ്, ഒരുമിച്ച് ചേർന്നാണ് അവരെ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരും സ്വയമായി ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് പോകുന്ന കാര്യങ്ങളല്ല സഭയുടെ രീതികളിൽ ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഭയാണ് വിളിക്കുന്നത്, ക്രിസ്തീയ സമൂഹമാണ് നമ്മളെ വിളിക്കുന്നത്. അവരെ വിളിക്കുന്നത് ക്രിസ്തീയ സമൂഹമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. നമ്മൾക്ക് അറിയാമല്ലോ, നമ്മുടെ ജനാധിപത്യ സ്വഭാവമുള്ള അസോസിയേഷൻ കൂടിയിട്ടാണ് നമ്മൾ മെത്രാപ്പൊലീത്തന്മാരെ തെരഞ്ഞെടുക്കുന്നത്. നമ്മുടെ അസോസിയേഷനിലാണ്. എന്നാൽ റോമൻ കത്തോലിക്ക സഭയിൽ അങ്ങനെയല്ല, പോപ്പാണ് തെരഞ്ഞെടുക്കുന്നത്. റോമൻ കത്തോലിക്ക സഭയിൽ പോപ്പിനുള്ള അധികാരമുണ്ട്, പോപ്പാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ രീതിയിൽ എന്താ, ജനങ്ങൾ നിർദ്ദേശിക്കും, എന്നിട്ട് ജനം തന്നെ അവർ ഓക്സിയോസ് എന്ന് പറയും. യോഗ്യൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഓക്സിയോസ് എന്ന് പറയുന്നത് ഒരു യോഗ്യനാണ് എന്ന് നമ്മൾ പറയും. വൈദികരുടെ കാര്യത്തിലും അത് തന്നെയാണ്. അടുത്ത കാലത്ത് വരെയൊക്കെയുള്ള സഭയിലെ ഇടവകകളാണ് യോഗ്യരായവരെ തെരഞ്ഞെടുത്ത് വൈദിക ശുശ്രൂഷയിലേക്ക് അവർ കൊള്ളാം എന്ന് തെരഞ്ഞെടുത്ത് പോകുന്നത്. അതെങ്ങനെയാണ്? ഒരാൾ സ്വയം പരിശുദ്ധാത്മാ പ്രേരിതനാകുന്നു, ഇടവക അത് അംഗീകരിക്കുന്നു, മെത്രാപ്പൊലീത്തായിലേക്ക് അത് പറഞ്ഞു വിടുന്നു, മെത്രാപ്പൊലീത്ത പഠനത്തിനായിട്ട് പരിശീലനത്തിനായിട്ട് സെമിനാരിയിൽ വിടുന്നു, എന്നിട്ട് പുരോഹിതനായി തിരിച്ചു വരുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം വരുന്നത്.
ഒരു കാലം വരെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം, ഇടവകയിൽ നിന്ന് പൊതുയോഗം തീരുമാനിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സെമിനാരിയിൽ പോകണമെങ്കിൽ പൊതുയോഗമാണ് തീരുമാനമെടുത്ത് വിട്ടുകൊണ്ടിരുന്നത്. അത് പിന്നീട് വന്നപ്പോ അതിനെക്കുറിച്ച് ചില അപാകതകളും പരാതികളും, ഒരിടവകയിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ പലരുടെയും സ്ഥാനങ്ങളും അവസരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയതായി ഇടയ്ക്ക് ഒത്തിരി പരാതികളും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് പൊതുയോഗത്തെ അതിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ഇടവക വികാരിയുടെ കത്ത് നിർബന്ധമായും ഒരാളെ കുറിച്ച് ഉള്ളത് ഉണ്ടായിരിക്കണം എന്ന നിർബന്ധവുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് സെമിനാരിയിലേക്ക് പോകുന്നത്, വൈദികനാകാൻ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ പരിശീലനത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പറയുന്നല്ലോ, വ്യക്തിപരമായ ഒരു 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 താല്പര്യം തെറ്റാണ് എന്നല്ല മുമ്പ് പറഞ്ഞതിന്റെ അർത്ഥം. വ്യക്തിപരമായ താല്പര്യം കൂടി ഉണ്ടാവും. പൗലോസ്ലീഹായുടെ വിളി എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ദർശനത്തിലൂടെ ഉണ്ടാകുന്ന വിളിയാണെന്ന് നമ്മൾ തീമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മ, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. ഒരാൾ സ്വയമായിട്ട് ആഗ്രഹിച്ചാലും അതിന് തെറ്റില്ല, അത് നല്ലതാണ് എന്ന് പൗലോസ്ലീഹ പറയുകയും ചെയ്യുന്നുണ്ട്. പൗലോസ്ലീഹ നമ്മൾ കാണുന്നുണ്ട്, പൗലോസിന് ഒരു ദർശനമുണ്ടായി, പ്രത്യക്ഷത്തിലുണ്ടായി, അപ്പോസ്തലനായിട്ട് വിളിക്കപ്പെട്ട് ചേർന്ന് വന്ന ആളാണ് പൗലോസ്ലീഹ. അപ്പോൾ പൗലോസ്ലീഹയുടെ വിളിയും ആ പരിശുദ്ധാത്മ ഗണത്തിൽ ഉൾപ്രേരണയായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. മറ്റു വ്യക്തികളിലൂടെ നമുക്ക് പരിശുദ്ധാത്മ പ്രേരണ ഉണ്ടാവാം, സ്വന്തം ഉൾപ്രേരണ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ദൈവവിളി, വൊക്കേഷൻ നമുക്ക് അതിലൂടെയൊക്കെ വരാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോ അനേക വൈദികര് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, പ്രായമായ വൈദികരുടെ കൂടെ നിന്ന് പഠിച്ചിട്ട് അവരിൽ നിന്ന് കണ്ടുപഠിച്ചു കേട്ട ഉൾപ്രേരണ ഉണ്ടായി എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്കും വ്യക്തിപരമായി എൻ്റെ ഗുരുസ്ഥാനീയരായി പല വൈദിക ശ്രേഷ്ഠരുണ്ട്. അവരെയൊക്കെ നമ്മൾ അവരുടെ കൂടെ നടക്കുകയും പഠിക്കുകയും അവരുടെ കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്ത് പഠിച്ചാണ് നമുക്കൊരു ഉൾപ്രേരണയും ഈ വൈദിക ശുശ്രൂഷയിലേക്ക് വരണം എന്നുള്ള ഒരു പ്രേരണയും വിളിയും ഒക്കെ ഉണ്ടായതും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ പ്രേരണയും നമുക്കതിന് വലിയ ഘടകമാണ്. സ്വന്തമായ പ്രേരണയും ഉൾപ്രേരണയും അതിന്റെ ഒരു ഘടകമാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടായാലും ഇത് പൂർണ്ണമാകണമെങ്കിൽ അത് കൈവെപ്പിലൂടെ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. പട്ടം കൊട ശുശ്രൂഷ നമ്മൾ പറയുന്നത് കൈവെപ്പിന്റെ ശുശ്രൂഷ, അതിലൂടെ മാത്രമേ പൂർത്തീകരിക്കാൻ സാധ്യമുള്ളൂ. ഉൾപ്രേരണയായാലും മറ്റാര് പ്രേരിപ്പിച്ചാലും സ്വയമേ ഒരാൾ ചെന്ന് ഞാൻ വൈദികനാണെന്ന് പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. അതിന് സഭയുടെ അധികാരവും സഭയുടെ വിളിയും എല്ലാം അതിന് ഉണ്ടാകണം. അതിനാണ് കൈവെപ്പ് എന്ന് പറയുന്നത്. തീമോത്തിയോസിന്റെ ഒന്നാം ലേഖനം 1 തീമോത്തിയോസ് 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന്റെ 1 തീമോത്തിയോസ് 4-ാം അധ്യായം 14-ാം വാക്യം, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് തിമോത്തിയോസിനെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇനിയും അവസാന ഭാഗത്ത് പറയുന്നത് വൈദിക സ്ഥാനങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും സംബന്ധിച്ച് 3 കാര്യങ്ങൾ വളരെ കൃത്യമായി ഓർത്തിരിക്കണം. 1, പരിശുദ്ധാത്മാവാണ് വിശ്വാസികളായ വ്യക്തികളെ പ്രത്യേകം പൗരോഹിത്യത്തിനായി നിയോഗിക്കുന്നത്. നിങ്ങളെ തന്നെയും താൻ ക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പൗലോസ് എഫേസോസിലെ മൂപ്പന്മാരോട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാമത്തെ. ഇനി 2, രാജകീയ പുരോഹിത വർഗമാകുന്ന വിശുദ്ധ സഭയുടെ വിളിയും സമ്മതവും സ്വീകരണവും വ്യക്തികൾക്ക് സഭയിൽ പ്രത്യേക പൗരോഹിത്യം നൽകുന്നതിന് ആധാരമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. സഭയുടെ വിളി ഉണ്ടാവണം, സഭയുടെ സമ്മതം ഉണ്ടാവണം, സഭ നമ്മളെ സ്വീകരിക്കണം. വ്യക്തികൾക്ക് സഭയിൽ പ്രത്യേക പൗരോഹിത്യം നൽകുന്നതിന് ഇതെല്ലാ കാര്യങ്ങളും വളരെ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 3, മേൽപ്പട്ടക്കാർ ദൈവജനത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രത്യേകം വിളിക്കപ്പെട്ട വ്യക്തികൾക്ക് അപ്പോസ്തോലിക കൈവെപ്പ് നൽകുകയും പ്രത്യേക പരിശുദ്ധാത്മ നൽവരം അവർക്ക് ലഭിക്കുന്നതിനായി പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പട്ടം കൊട ശുശ്രൂഷയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അവസാനം 3-ാമത്തെ പറഞ്ഞത്, മേൽപ്പട്ടക്കാർ
ദൈവജനത്തോടൊപ്പം നിന്ന് പ്രത്യേകം വിളിക്കപ്പെട്ട വ്യക്തികൾക്ക് അപ്പോസ്തോലിക കൈവെപ്പ് നൽകുകയും പ്രത്യേക പരിശുദ്ധാത്മ നൽവരം അവർക്ക് ലഭിക്കുന്നതായി പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പട്ടംകൊട ശുശ്രൂഷയിൽ രഹസ്യമായി ചെയ്യുന്ന ഒന്നാണല്ലോ പരിശുദ്ധാത്മാവിന്റെ ആവാസം, ആഹ്വാനം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. ഈ 3 പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഇല്ലാതെ ഈ പൗരോഹിത്യം പൂർണ്ണമാകുന്നില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം എന്നാണ് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അങ്ങനെ 3 ചാപ്റ്റേഴ്സ് നമുക്ക് അവസാനിച്ചു. ഏകദേശ ധാരണ അതിനെക്കുറിച്ച് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ വിശദമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി പൗരോഹിത്യത്തിന്റെ ഒരു ഭാഗം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൗദാശിക കാര്യങ്ങളിലേക്ക്, കൂദാശാപരമായ കാര്യങ്ങളിലേക്ക് പിന്നീട് പോകുന്നു. ഓരോ കൂദാശകളെ സംബന്ധിച്ചാണ് പിന്നീട് പോകുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 8:21 ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു കാര്യം ചോദിച്ചിട്ട് പെട്ടെന്ന്, ഇങ്ങനെ ഈ ഇലക്ഷൻ ഇങ്ങനെ അസോസിയേഷൻ കൂടിയ ആൾക്കാരെ തിരുമേനിമാരെ തിരഞ്ഞെടുക്കുന്നത് വേറെ ഏതെങ്കിലും ഓർത്തഡോക്സ് സഭയിലുണ്ടോ, അതോ നമുക്ക് മാത്രമേ ഉള്ളൂ? നമ്മുടേത് ആണ് പ്രധാനം. ഇപ്പൊ നമുക്കറിയാം യാക്കോബായ സഭയിൽ അസോസിയേഷൻ കൂടി അല്ല തിരഞ്ഞെടുക്കുന്നത്, പാത്രിയർക്കീസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള ഓർത്തഡോക്സ് സഭകളില് ഇല്ല, അവർക്ക് അവിടെ എല്ലാം നമ്മുടെ മാത്രമേ ഉള്ളൂ ഇത്ര ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുള്ളത്. നമുക്ക് മാത്രമേ ഉള്ളൂ. അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡെമോക്രാറ്റിക്, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഒരു ഡെമോക്രാറ്റിക് രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ വരുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. Thank you, Acha. Thank you.